ഹായ്. ചില മെഡിക്കൽ കണ്ടീഷൻസിനെ പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താണെന്നറിയോ, ഇന്ന് അച്ഛൻ പെട്ടെന്ന് സുഖമില്ലാത്ത കാരണം ഞാൻ അബുദാബിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഈസ് ഓൾ റൈറ്റ്, കുഴപ്പമൊന്നുമില്ല. പ്രായാധിക്യത്തിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി വരുത്തി കഴിച്ചത് ശരിയായിട്ടില്ല അരവിന്ദിന്. അപ്പോൾ അരവിന്ദ് ആണെങ്കിൽ ഈ മസാലാസൊക്കെ ഇല്ലേ, ഈ എന്ത് ഹോട്ടലിൻ്റെ കൂടെ വരുന്ന ഈ സവാളയൊക്കെ ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ട് അവർ ചിലപ്പോൾ ഐ ഡോണ്ട് നോ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടാണോ ഒന്നും അറിയില്ല. പക്ഷെ എന്തോ അത് കഴിച്ചപ്പോൾ വയറ് സുഖമില്ലാണ്ടായി, പ്രശ്നമായി. അപ്പോൾ ORS കഴിച്ചു, അത് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു ഡയറിയ പോലെയൊക്കെ ആയി. സോ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് പണ്ട് ചെയ്തതാണ് കേട്ടോ, യൂട്യൂബിലൊക്കെ കണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എങ്ങനെയോ കണ്ടതാണ്. ഈ മോരിൽ കറിവേപ്പില, ഇവിടെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല കറിവേപ്പില ഉണ്ട്, ലൈക്ക് ഇതൊന്നും ഇടാത്ത, വിഷമൊന്നും ഇടാത്ത കറിവേപ്പില അരച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ട് അത് ഒരു ഗ്ലാസ് ടംബ്ലർ അളവിലെടുക്കുകയാണെങ്കിൽ ഒരു 5-6 കറിവേപ്പില, 6 കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഇത്ര ഉണ്ടാവണം, 6 പോരാ കേട്ടോ, ഒരു ബഞ്ച് അരച്ചങ്ങ് കൊടുത്ത്. ഇപ്പോൾ ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മെഡിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് തന്നെ പറയാൻ തീരുമാനിച്ചത്, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് എന്നുള്ളതൊരു കാര്യം. പിന്നെ വേറെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇന്ന് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചൊക്കെ ഇരിക്കുന്ന കാരണം ഇപ്പോൾ ഒന്ന് കളറ് ചെയ്യുക, അതൊന്ന് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെ എൻ്റെ ഒരു റൂട്ടീനാണല്ലോ. പക്ഷേ വെൻ സമ്മൺ ഇസ് ഇൻ ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും വലിയ പ്രയോറിറ്റി ആയിട്ട് എടുക്കില്ല. അപ്പം ഇന്ന് ഇങ്ങനെ കണ്ടോളൂ കേട്ടോ. സോ ഐ വോണ്ട് ടു ടെൽ യു വൺ തിങ്. ബ്യൂട്ടി പാർലർ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. സിൻഡ്രോം അല്ല, സ്ട്രോക്ക്. ബ്യൂട്ടി പാർലർ റിലേറ്റഡ് ഇതിൽ വരുന്ന ഒരു സാധനമാണ്. ആ സ്ട്രോക്കിൻ്റെ പേരാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് കോയിൻ ചെയ്തിരിക്കുകയാണ്. ഈയിടയ്ക്ക് അത് കുറേ ഇതിലെ ആർട്ടിക്കിൾസ് വായിച്ചു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഇത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക് ആയില്ല എന്ന് മാത്രം, എനിക്ക് ഇയർ ബാലൻസ് പോയതാണെന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുരികം ഷേപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കിടക്കൂലേ, ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കില്ലേ, ഇങ്ങനെ ഒരു ഇതിൽ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എണീക്കുമ്പോൾ ഇങ്ങനെ ചുറ്റുക. അപ്പോൾ എനിക്ക് അപ്പോഴേ പിടികിട്ടി, ഒന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു നെർവ്സ് ഇങ്ങനെ പിണഞ്ഞ് കാണും, അല്ലെങ്കിൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ലേ, അതാണ് ഉണ്ടായത് കേട്ടോ. എനിക്ക് ഇവിടെയും എനിക്ക് നിൽക്കാം, ഇങ്ങനെ കിടക്കും. അതിൻ്റെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് മദ്രാസിലാണ് കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഡ്രൈവറുണ്ട് എനിക്ക്. പക്ഷേ ഡ്രൈവറിനെ ഞാൻ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം എന്ന് ഇരുന്നിട്ടാണ് ഇയാളെ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ ഈ ബ്യൂട്ടീഷ്യൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. യുനോ, അപ്പം തന്നെ ആ മനുഷ്യനെ വിളിച്ചിട്ട് നമ്മൾ ഇപ്പം വാ, ഇന്ന ഡോക്ടറുടെ ക്ലിനിക്കിൽ പോകണം. എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടന്ന് ബാക്ക് സീറ്റിൽ കിടന്നാണ് ഞാനും പോയത് കേട്ടോ. അവിടെ ചെന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റെബിലൈസായി. എന്തിനാ ഇത് പറയുന്നതെന്ന് പറയാം, ഈ അവസ്ഥ ഇനിയും കുറച്ച് മോശമായേക്കാമെന്ന് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിലേക്ക് വരെ പോകാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോസിയ തോന്നും, ഛർദ്ദിക്കാൻ തോന്നും, ചിലപ്പോൾ വോമിറ്റ് ചെയ്തേക്കാം. ഷുഡ് ബി വെരി കെയർഫുൾ. വല്ലാത്തൊരു മോശം അവസ്ഥയാണ് ഇതിൽ. കാരണം അവിടെ ബ്യൂട്ടീഷ്യൻ ജോലിക്ക് വരുന്നവരെ കൊണ്ട് നിങ്ങളുടെ നെക്കും നിങ്ങളുടെ ബാക്കിൻ്റെ ഇവിടെയൊക്കെ വെറുതെ തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തന്നെ കണ്ടിട്ടില്ലേ, ഭഗവാനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ ബാർബർ ഷോപ്പിൽ ആൾക്കാർ മസാജ് ചെയ്യുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ, ഒരു സൗണ്ട് കേൾക്കും, ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. അത് ആവശ്യമില്ല. അത് അവരുടെ എക്സ്പെർട്ടൈസ് അല്ല, അവർക്ക് മുടിവെട്ടലാണ് അവരുടെ പണി കേട്ടോ. ഒരു ടേക്ക് അവേ എൻ്റെ ഇതിൽ നിന്ന് എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ലേ. ടേക്ക് അവേ ഈസ് അതാത് എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടോ. കേൾക്കുക മാത്രമല്ല, ചെയ്യിക്കുക. കേൾക്കുന്നത് പിന്നെ നമ്മുടെ ഇഷ്ടമാണ്. കേട്ടിട്ട് ഇപ്പം ഞാനൊരു ലോയർ ആയതുകൊണ്ട് ഐ ക്യാൻ ടോക്ക് ടു യു അബൌട്ട് ലീഗൽ ആസ്പെക്ട്സ്, അല്ലെങ്കിൽ ഞാൻ ബുക്കുകളിൽ വായിച്ചതും പഠിച്ചതും പ്രാക്ടീസ് ചെയ്തിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലെനിക്ക് യാതൊരു എനിക്ക് അതിനുള്ള അറിവ് ഉണ്ടെന്നാണല്ലോ നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളില്ല, അതൊക്കെ നമ്മൾ നമ്മുടെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രം നമ്മളതെടുക്കുക. പക്ഷേ എപ്പോഴും ഈ അറിവ്, ഇപ്പം ആയുർവേദിക് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട്
അവരുടെ അടുത്ത് നിന്ന് വിറ്റാമിൻ ടാബ്ലറ്റ്സും മിനറൽസും അതൊക്കെ കഴിക്കുന്ന നേരത്തിന് അവരുടെ എക്സ്പെർട്ടൈസിലുള്ള അവരുടെ മരുന്ന് മാത്രം അവരുടെ ഇതിൽ നിന്ന് കഴിക്കുക കേട്ടോ. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സംടൈംസ് പല അവസ്ഥകളും ആകാറുണ്ട്. ആയുർവേദം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഹോമിയോ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പർട്ടിക്കുലർ എക്സ്പെർട്ടൈസ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, ഈ വെർട്ടിഗോ എന്ന് പറഞ്ഞ അവസ്ഥ. അത് ഈ സാധനമില്ലേ ഇവിടെ നമുക്ക് ഉള്ള മെംബ്രെയിൻസൊക്കെ ഭയങ്കര എന്താ പറയണേ, ആർട്ടറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമല്ലേ. പെട്ടെന്നൊന്ന് പിണഞ്ഞു പോയാൽ ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വരെ വന്നേക്കാന്ന് ഡോക്ടേഴ്സ് പറയണേ. 50 വയസ്സുള്ള ഒരാൾ എന്തോ ഇങ്ങനെ UP-ലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇതുപോലെ ബാർബർ ഷോപ്പിൽ പോയിട്ട് അവർ നല്ല മസാജ് കൊടുത്ത് പ്രശ്നമായി അത്ര. ഇത് അയാൾക്ക് സ്ട്രോക്കായിപ്പോയി. പിന്നെ വളരെയധികം ഇംഗ്ലീഷ് മെഡിസിൻസും ICU-ലൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പം നിങ്ങളോടൊക്കെ ഒന്ന് എനിക്ക് പറയണമെന്ന്, എല്ലാവരും നമ്മൾ നിത്യ തൊഴിലെന്ന് പറഞ്ഞ പോലെ ഹെഡ് മസാജിനും പോകും, പിന്നെ എന്താ പറയണേ കളർ ചെയ്യാൻ പോകും. ഞാൻ അതൊക്കെ അപ്പാടെ നിർത്തിയ ആളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കളർ ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് വാണ്ട് ദിസ് മസാജ് എന്ന് ഞാൻ എല്ലാവരോടും പറയും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെത്താൻ നമ്മൾ ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്ന ഘടന എന്തിനാണ് ഈ കൈകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു യുവർ വർക്ക് ബൈ യുവർ സെൽഫ്. നമുക്ക് ഈ 10 വിരലുകൾ കൊണ്ടും എത്താൻ പറ്റാത്ത ഒരു സ്ഥലവും ഇല്ല, ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്കും ഇല്ല. കുറച്ച് എത്തപ്പെടാൻ പറ്റാത്തത് ഒരു ഇത്തിരി ഭാഗത്ത്, പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമുക്ക് എത്താതിരിക്കുള്ളൂ. അപ്പോഴും നമ്മളൊരു കമ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചുറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് മേടിച്ചിട്ടല്ലേ നമ്മൾ ബാക്ക് ഇങ്ങനെ ഉരയ്ക്കുക. അപ്പോഴും നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ദൈവം നമുക്ക് തരുള്ളൂ. അതായത് ചൊറിയാനൊക്കെ, ബാക്ക് ചൊറിയാനും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മൃഗങ്ങളുടെ ആണെങ്കിലും നോക്കൂ, അവർക്ക് വാല് നീളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രൂം പോലെയല്ലേ കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്ന, പ്രാണികളെ കടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും ഓരോരോ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് അവയവങ്ങൾക്ക്. സോ നക്ഷൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇപ്പം സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അതുപോലെ നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം നിങ്ങൾ ഉപദേശങ്ങൾ എടുക്കുക. ലോയർ ആയിട്ടുള്ളവരുടെ അടുത്ത് ലീഗൽ ഉപദേശങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ലോയേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കൗൺസിലിംഗ്, അതൊക്കെ ലോയേഴ്സിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഫാമിലി സംബന്ധമായിട്ടുള്ള എന്താ പറയുക, മെൻ്റൽ ഇഷ്യൂസ് അല്ലാത്ത ഇഷ്യൂസ് വന്ന് ലോയേഴ്സിൻ്റെ അടുത്ത് പോവുക. അല്ലാതെ സൈക്കോളജിക്കൽ ഇഷ്യൂസും സൈക്യാട്രിക് ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് അങ്ങനെയുള്ള പറഞ്ഞ് കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, അതിൽ പോവുക. അല്ലാതെ ഈ ചെറിയ ലൈഫ് കോച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്ത് വന്നിട്ട് ലൈഫ് കോച്ചിങ് നടത്തൂലേ, അവരുടെ അടുത്ത് പോയി നിങ്ങൾ എന്ത് ഇപ്പം ഞാനൊരു കോച്ചിങ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിൽ ചേരുന്നത് നഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഐ എം നോട്ട് എ ലൈഫ് കോച്ച്, ഐ എം ഓൺലി എ ലോയർ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസേ തരാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ പ്രൊഫഷണൽ ലൈഫ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് കോച്ചസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത് നല്ല ഒരു സംസാരിക്കാൻ നല്ല കഴിവും നല്ല രീതി പ്രസൻറ്റ് ചെയ്യാനുള്ള ആളുകളോട് എന്താ പറയുക സംവദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാവരും ലൈഫ് കോച്ചായി മാറുകയാണ്. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഇഫ് യു വോണ്ട് ടു ഡെവലപ്പ്. അവരവരുടെ കരിയറാണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ജയ് ഷെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മങ്കില്ലേ, ബുക്ക് മങ്ക് ആവാൻ പോയതാ, എന്നിട്ട് തിരിച്ച് വന്ന് കല്യാണത്തിലേക്ക് വന്ന ഒരു മങ്ക്. പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും പുള്ളിക്ക് ആ മങ്കായിട്ടിരുന്നപ്പോൾ എന്തൊക്കെ കിട്ടി എന്ന് ഉള്ള ആ ഒരു ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടൊരു ബുക്ക് എഴുതി. നല്ല ഇതാണ്. പുള്ളി ഒരു ലൈഫ് കോച്ച് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഇങ്ങനെ ലൈഫ് കോച്ചസ് എന്ന് പറഞ്ഞ കുറച്ച് വിഭാഗമുണ്ട് അമേരിക്കയിൽ, നന്നായിട്ട് എന്താ പറയുക ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. സോ വാട്ട് ദേ ഹാവ് ഡൺ ഇസ് അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അവർക്ക് എങ്ങനെയാണ് കോച്ചിങ് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണ്. ദാറ്റ്സ് വാട്ട് ദേ സേ. ഈവൻ ഞാൻ മെൽ റോബിൻസിൻ്റെ കണ്ടു, പിന്നെ റോബിൻ ശർമ്മയുടെ കണ്ടു, പിന്നെ ഈ പറഞ്ഞ ജയ് ഷെട്ടിയുടെ കണ്ടു, പിന്നെ ഉണ്ടായിരുന്നല്ലോ മൈൻഡ് വാലി എന്ന് കണ്ടു, പിന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തായിരുന്നു.
ഇതിനകത്തൊക്കെ അവർ ഉണ്ടാക്കിയ ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് അവർ മൊഡ്യൂൾസ് ആയിട്ട് വിൽക്കുകയാണ് ഹ്യൂജ് പ്രൈസിന് കേട്ടോ. അത് എത്രത്തോളം അത് എഫക്റ്റ് ആകും എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഞാൻ ആളല്ല കേട്ടോ. ഞാൻ നല്ലത് ആയിരിക്കാം, പീപ്പിൾ ദോസ് ഹു ഹാവ് റിയൽ അക്യൂമൻ ഇൻ കോച്ചിങ് ദേ മൈറ്റ് ബിക്കം. പക്ഷേ ഈ കുട്ടി കോച്ചസിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് നിങ്ങൾ എടുക്കുന്നില്ലേ ചെറിയ ഇത്, വരൂ ഞാൻ നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് പണക്കാരാക്കി തരാമെന്നുള്ള ഇതാണല്ലോ. 15 ദിവസം കൊണ്ട് പണക്കാരാകാനുള്ള ക്യാപ്സ്യൂള്, 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആവാനുള്ള ക്യാപ്സ്യൂള്, അല്ലെങ്കിൽ ചിലപ്പോൾ 5 ദിവസം കൊണ്ട് നിങ്ങൾ ഇതാ ഒരു മില്യണർ മൈൻഡ് സെറ്റിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ലെറ്റ് മീ ടെൽ യു സുഹൃത്തുക്കളെ, ഇതിനൊന്നും 15 ദിവസം പോരാ, 15 വർഷമായിരിക്കണം ഹാബിറ്റ് ഉണ്ടാക്കാനും മില്യണർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവുക. അല്ലാതെ 15 നിമിഷം കൊണ്ടൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും അതൊക്കെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് പോലെയാണ്. 1-2 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഈ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരാവാനുള്ള ഫോമുലയൊക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ ഇവിടെ വന്നിരുന്ന് പറയണേ, ആ ഫോമുല അങ്ങ് ഉപയോഗിച്ചാൽ പോരെ എനിക്ക്. അല്ലെങ്കിൽ ആ ഹൂവർ ഇറ്റ് ഈസ് ഗോയിങ് ടു coach you that within 15 days you are going to become a millionaire, why don't they become എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിക്കൂടെ? അതുകൊണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ. ഇങ്ങനെയുള്ള ചെറിയ ഇങ്ങനത്തെ ടാക്ടിക്സിലൊന്നും പോയി പെടരുത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് എടുക്കുന്ന കോച്ചിങ്ങുമൊക്കെ. ആരുടെയും പേരെടുത്ത് പറയാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കുറേ ലൈഫ് കോച്ചസ് ഞാനിതിൽ യൂട്യൂബിൽ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അതിനകത്തൊക്കെ പോയി വീണാൽ 15 ദിവസം കൊണ്ട് മില്യണറൊക്കെ അവരാകും. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് നമ്മളത് ആ കോച്ചിങ് നടത്തുന്നവർ പിന്നെയും നമ്മളും ഈ മോഡ്യൂളും കൊണ്ട് ഇറങ്ങണം. ശരി, ഞാൻ പറ്റിക്കപ്പെടാൻ പോയത് കാരണമാണ് ഞാനത് പറയാൻ നിങ്ങളുടെ അടുത്ത് അവകാശം കിട്ടിയത്. ഈ പറഞ്ഞ വൺ ഓഫ് ദ കോച്ചസിൻ്റെ ഈ മോഡ്യൂൾ ഒരെണ്ണം നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വലിയ കോച്ചസിൻ്റെയൊക്കെ മോഡ്യൂൾസ് നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്ത $, അവർ തിരിച്ചു തരും കേട്ടോ. ഞാൻ അങ്ങനെ തിരിച്ചു മേടിച്ചിട്ടുണ്ട് റോബിൻ ശർമ്മയുടെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാവാഞ്ഞിട്ടൊന്നുമല്ല, ഇറ്റ് വാസ് ഡാം കോസ്റ്റ്ലി. പിന്നെ എനിക്കത് പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ഞാൻ കൊണ്ടുപോകത്തില്ലായിരിക്കും എനിക്കിന്ന് തോന്നി. അപ്പോൾ ആ പണം വേസ്റ്റ് ആവില്ലേ, ഈ ജിം മെമ്പർഷിപ്പ് പോലെ അത്. സോ ഐ ടോൾഡ് ഹിം ദാറ്റ് ഞാൻ മൂവ് ഔട്ട് ചെയ്യാണ് അബുദാബിക്ക്. പിന്നെ എൻ്റെ ജോബൊക്കെ പോയി. സോ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഗെറ്റ് എ റീഫണ്ട് എന്ന് ചോദിച്ചു. അവരെനിക്ക് തിരിച്ചു തന്നു. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള $500 കൊടുത്തിരുന്നത്. സോ അത് തിരിച്ച് ആ $500 തിരിച്ച് അവർ തന്നു. അങ്ങനെ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഇത് പോവുകയും ചെയ്തു. ആ പൈസ തിരിച്ച് കിട്ടിയത് കാരണം ഞാൻ പിന്നെ അതിനകത്തൊന്നും പറയാനും പോയില്ല. സോ ആ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ പറയുന്നത്, നമ്മൾ പൈസ കൊടുക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്തം വേണം. നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് മൊത്തം ചെയ്യുമെന്ന്, അതായത് ഈ മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതിന് അതിനുള്ള ഒരു സാവകാശവും അതിനുള്ള സമയവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ $500 എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അവർ ലിങ്ക് അയച്ചു തന്നു. ഈ ഒരു പർട്ടിക്കുലർ റോബിൻ ശർമ്മയല്ല, വേറെ ഒരു കോച്ചിങ് ഇത് ലൈഫ് കോച്ചസിൻ്റെ ഇതിൽ. ആ ലിങ്കിനകത്ത് ഞാനപ്പം ഫോണിൽ അവരിയ്ക്കുകയാണ് കേട്ടോ, കാനഡയിൽ നിന്നാണ് ഫോൺ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാനും അതിൽ നോക്കുകയാണ്. ആ ലിങ്കിനകത്ത് ഈ പറഞ്ഞ കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഫീസ് വരുന്നതെന്ന് ഒരു കണ്ടീഷനും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ഈ ഫോണിനകത്ത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട അവരുടെ അടുത്ത്, ഇതിനകത്ത് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളത് പറയണ്ടേ, ഇത് ഈ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ $500 എന്ന്. $500 എന്ന് പറഞ്ഞാൽ നിസാര പൈസയൊന്നുമില്ല, 40,000 രൂപയായില്ലേ. അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു ലെറ്റ് മീ തിങ്ക് ആൻഡ് കം ബാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പിന്നെ തിരിച്ചു വന്നില്ല. സോ ദർ ഈസ് സംതിങ് റോങ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു കോച്ചാണെങ്കിൽ അതിനൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഒരു മെത്തേഡ് വേണ്ടേ? ഞാൻ ചെയ്തില്ല കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇനി ഓൺലൈൻ കോച്ചിങ് ഒന്നും വേണ്ട. 10 ദിവസമാണെങ്കിൽ 10 ദിവസം പോയിട്ട് നേരിട്ട് വരുന്ന ഈ കോച്ചിങ്സ് ഇല്ലേ. ഇപ്പം മലയാളത്തിൽ നമുക്ക് PP വിജയൻ സാറിൻ്റെയൊക്കെ കോച്ചിങ് ഉണ്ട് പല സ്ഥലത്ത്. അതിലൊക്കെ പോകൂ നിങ്ങൾ. അതിന് 10 ദിവസം നിങ്ങളൊരു ട്രെയിനിങ് സെഷൻ അദ്ദേഹത്തിൻ്റെ എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യൂ. അതിന് ആളുകൾ വന്ന് കോച്ച് ചെയ്യുന്ന സ്ഥലത്ത് പോകൂ. ഇൻറ്ററാക്ഷൻ, അതാണ് ആ
മെത്തേഡാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിലൊന്നും ലൈഫ് കോച്ച് ആകുന്നവരുടെ അടുത്തൊന്നും പോകരുത് കേട്ടോ. എൻ്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ ഈ ലൈഫ് കോച്ചസ് കേൾക്കുന്നവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു, യു ഹാവ് ടു ബി വെരി 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 കെയർഫുൾ അബൌട്ട് ക്ലിക്കിംഗ് എനി ലിങ്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫ്രീ മസാജ്, ഹെഡ് ഫ്രീ മസാജ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കും കൂടെ ഫ്രീ കിട്ടും. ബ്യൂട്ടി പാർലറുകാരും വിഷമിക്കേണ്ട, എന്നോട് ദേഷ്യപ്പെടേണ്ട, അങ്ങനെ നിങ്ങൾ ഓഫർ ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരോട് പറയുക, ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഇത് കൺസൾട്ടേഷൻസോട് കൂടി മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് വി ആർ നോട്ട് ഓഫറിങ് ദറ്റ് കൈൻഡ് ഓഫ് ഇതൊന്നും പറയാം. ഈ രണ്ട് കാര്യം ഐ ഡോണ്ട് നോ, ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ് വിച്ച് ഐ എം ടെല്ലിങ് എവ്രി വൺ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാം. ഓക്കെ, അപ്പോൾ നാളെ വരാം. എൻ്റെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇന്നും പിടിക്കാതിരുന്നത്. ഇന്നലെ പഴയതൊക്കെ ഇട്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ടുഡേ ഐ കെയിം ബാക്ക് ബിക്കോസ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അച്ഛൻ ഈസ് പെർഫെക്റ്റ്ലി ഡൂയിങ് വെൽ. ഓക്കെ ദെൻ, ബൈ.